എനിക്ക് അവൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് അവിടുന്ന് ഇവൾ മിസ് ചെയ്ത പെർഫോമൻസ് കാണിച്ചു കൊടുക്കും. അങ്ങനെ അത് അവൾ സന്തോഷത്തിൽ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അതേ സ്ഥലത്തേക്ക് ഒരു പെങ്കൊച്ചും ലവ് ട്രയാങ്കിളിന് ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വന്ന് നിൽക്കും. അങ്ങനെ ഇവളുടെ പേര് ടങ് ടങ്. ഇവൾ എൻകെയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. പോരാതെ അവളിപ്പോൾ ട്രാൻസ്ഫർ അയച്ച് വീണ്ടും ഇവർ പഠിക്കുന്ന അതേ കോളേജിലേക്ക് വന്നേക്കുക. അങ്ങനെ എൻകെ പോലെ തന്നെ ഇവളും കിടിലായിട്ട് പിയാനോ വായിക്കും. അങ്ങനെ ഇവളുടെ സൗന്ദര്യത്തിൽ എൻകെയുടെ കൂട്ടുകാരന്മാർ മൊത്തത്തിൽ വീണു. അങ്ങനെ അവന്മാരെല്ലാവരും കൂടെ ഇവളോട് കുറെ ചോദ്യം ചോദിച്ച് പഞ്ചായത്തടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേ സ്ഥലത്തേക്ക് എൻകെ ഷൗഷിങ് ആയിട്ട് വരും. അപ്പോഴാണ് ഇവനെ കണ്ടതോടെ അവളോട് അടുത്തേക്ക് ചെല്ലുമ്പം ഷൗഷിങ് മൊത്തം ഷോക്കായി പോകും. സ്കൂളിൽ പഠിച്ച ആ വിരോധി തിരിച്ചെത്തിയോന്ന് അറിഞ്ഞ്. അങ്ങനെ ഇവളുടെ കൂടെ ആയിരിക്കും അന്ന് എൻകെ സിനിമയ്ക്കൊക്കെ പോയത്. അതിനുശേഷം ഇവരുടെ ഫ്രണ്ട്സ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവരോടും എടുത്തു പറയുമ്പോഴാണ് അതേസമയം എനിക്കാണ് ഷൗഷിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഐസിന് ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അങ്ങനെ ഇത് കണ്ടത് അവൾ സന്തോഷപ്പെടും. അതിനുശേഷം ഷൗഷിങ് വാഷ്റൂമിൽ ചെല്ലുമ്പോഴാണ് അവിടെ വെച്ച് ടങ് ടങ് വന്ന് ഇവളെ പേടിപ്പിക്കും. ഇത്രയും മാസങ്ങൾ ഇവളില്ലാതെ എനിക്കായിട്ട് ക്ലോസ് ആയതുപോലെ ഇനി ഇവൾക്ക് പറ്റത്തില്ലെന്ന്. കാരണം കഥയിലെ ഹീറോയിൻ തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് അവൾ ഷൗഷിനെ പേടിപ്പിച്ചിട്ട് പോകുമ്പോഴാണ് പിന്നെ നീ ഹീറോയിനാണ് ഞാൻ ആരാടി എന്ന് പറഞ്ഞ് ഇവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരും കോമ്പറ്റീഷൻ ജയിച്ചതിന് പാർട്ടിയൊക്കെ ചെയ്തിട്ട് ഇവർ തിരിച്ച് അവരുടെ റൂമിലേക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് എനിക്കാണ് ഷൗഷിങ്ങിനെ ഹോസ്റ്റലിലാക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ടങ് ടങ്ങും അവൾ മനഃപൂർവ്വം സ്ലിപ്പായി അവന്റെ അകത്ത് വീണിട്ട് ഇവൾ കാലുവെന്ന് പറഞ്ഞ് എനിക്ക് അവളുടെ കൂടെ വീഡിയോ കൊണ്ടാക്കാൻ പറയും. പക്ഷെ അവനാണ് ഞാൻ ഷൗഷിനെ കൊണ്ടാക്കാന്ന് വാക്ക് കൊടുത്തെന്ന് പറയുമ്പോഴാണ് ഷൗഷിങ് അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ടങ് ടങ്ങിന്റെ കൂടെ തന്നെ പോകാൻ പറയും. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇതൊക്കെ ഇവളുടെ ഉടായിപ്പാന്ന്. അങ്ങനെ അതിനുശേഷം എനിക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവൾ ഇവിടേക്ക് തിരിച്ചു വന്നത് ഇവന്റെ കൂടെ ഒരുമിച്ച് പിയാനോ വായിക്കാൻ വേണ്ടിയാന്ന് പറയും. കാരണം കൊച്ചിലെ തൊട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പിയാനോയൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവരൊരു ബെസ്റ്റ് പെയറാ. അങ്ങനെ ഇവൾക്ക് എനിക്ക് അല്ലാതെ ഒറ്റയ്ക്ക് വായിക്കാൻ പേടിയാ. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അമേരിക്കയിൽ ചെന്ന് പഠിക്കാന്ന് പറയുമ്പോഴാണ് എനിക്കാണ് അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിയും. കാരണം എപ്പോഴും ഇവളുടെ കൂടെ അവനിങ്ങനെ പെയറായിട്ട് പിയാനോ വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് പിയാനോ വായിക്കാൻ അവൾ തന്നെ കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ ഷൗഷിങ്ങും എനിക്ക് അവളോട് പോയതുകൊണ്ട് വിഷമിച്ച് അവൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് യൂഷയും വേണേ മൂഡ് മാറ്റാൻ വേണ്ടി നമുക്ക് പുറത്ത് കറങ്ങാൻ പോകുന്ന അവള് റൈഡിന് വിളിക്കും. അപ്പോഴാണ് ഇതേ സമയം ഇത് കണ്ട് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ ഗ്യാപ്പിലൊക്കെ വളച്ചിടാൻ നോക്കുവാണെന്ന് പറഞ്ഞ് അവന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പറയും. അതോടെ യൂഷയും ചിരിച്ചിട്ട് ഞാൻ ഇന്നൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ നേരെ ചെന്ന് മീറ്റ് ചെയ്യുന്നത് ആ ടങ് ടങ്ങിനെ ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരും കസിൻസാ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആദ്യം യൂഷയെ കാണിച്ചപ്പോ അവ എനിക്ക് സീക്രട്ട് ആയിട്ടൊക്കെ വീഡിയോ എടുത്ത് കാണും. അങ്ങനെ അതൊക്കെ ഇവള് പറഞ്ഞിട്ടാ. അതിനുശേഷം ടങ് ടങ് ഇവനോട് ചോദിക്കും ഒരു മാസത്തിൽ ഷൗഷിനെ വളച്ചെടുത്ത് എനിക്കയുടെ മനസ്സിൽ നിന്ന് അവള് മാറ്റിക്കളെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് യൂഷയും ഷൗഷിന്റെ കാര്യത്തിൽ കുറച്ച് ടഫാന്ന് അറിയും. പക്ഷെ എന്നാലും അവൾ എത്രയും പെട്ടെന്ന് വളച്ചെടുക്കാന്ന് ഇവർ തമ്മിൽ ഡീൽ ചെയ്യും. അതിനുശേഷം ഇവിടെ ഷൗഷിങ് ആണ് ആ ടങ് ടങ്ങിന്റെ ഫ്രണ്ട് ഇവള് തോറ്റോ എന്ന് അറിയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ എനിക്കൊക്കെ അങ്ങനത്തെ പെമ്പിളേർ ഇഷ്ടമാണ് അവളെ പോലെ തന്നെ ആകണം എന്ന് പറഞ്ഞ് ടങ് ടങ് എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ഇടുന്നത് അതേപോലെ ഡ്രസ്സൊക്കെ ഓൺലൈനിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഷൗഷിങ്ങും ഇതൊത്രയും വില കൂടുതലെന്ന് പറയുമ്പോഴാണ് കോമ്പറ്റീഷൻ ഇറങ്ങിയ പിന്നെ വിലയൊന്നും നോക്കില്ലെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ ബൈ നിൽക്കും. അപ്പോഴാണ് ഷൗഷിങ്ങും പേടിച്ചിട്ട് എന്റെ അക്കൗണ്ട് ബാലൻസിന് 0 ആക്കിയിടി എന്ന് പറഞ്ഞ് അവള് ഷോക്കായി പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവള് ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സ് ഇട്ടോണ്ട് പോകുമ്പോഴാണ് അതേ ഡ്രസ്സായിരിക്കും ഇന്ന് ആ ടങ് ടങ് ഇട്ടോണ്ടിരുന്നത്. അതുകൊണ്ട് ഷൗഷിങ് നാണം കെട്ടിട്ട് അവൾ അവിടെ നിന്ന് നൈസിന് മുങ്ങാൻ നോക്കുമ്പോഴാണ് ടങ് ടങ്ങും ഷൗഷിനെ പിടിച്ചു വെച്ചോണ്ട് ഇവൾ എന്റെ ഫാൻ ആയതുകൊണ്ട് എന്നെ പോലെ ഇട്ടേക്കാന്ന് പറഞ്ഞ് അവളുടെ മാനം കാക്കും. അങ്ങനെ അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഇവൻ അതിന് മുമ്പ് ബോഡി ഗാർഡൊക്കെ ആയെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് നാണം കെട്ട് അവന്റെ മുഖം ബുക്ക് വെച്ച് മറച്ചിരിക്കും. അപ്പോഴാണ് അതേ സമയം നോക്കി പുറയുന്ന ഒരുത്തിന് ജ്യൂസ് എടുത്തോണ്ടെന്ന് അറിയാതെ ഷൗഷിന് ഡ്രസ്സിനകത്ത് ഒഴിക്കും. ഇതോടെ അവൾ ഷോക്കായിട്ട് ഇൻസ്റ്റാൾമെന്റിന് വാങ്ങിച്ച ഡ്രസ്സ് കൊളാക്കിയാണെന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ടങ് ടങ് ഇത് ചിരിച്ചിട്ട് അപ്പൊ ഇതുവരെ ഡ്രസ്സിന്റെ മുതലാളി ആയില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ കളിയാക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം എനിക്കും അവളെ റെസ്റ്റ് റൂമിലേക്ക് പോകാൻ പറയുമ്പോഴാണ് അവൾക്ക് മൊത്തത്തിൽ നാണക്കേടാവും. അങ്ങനെ ഈ കാര്യമൊക്കെ അവളും അവളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും ഷൗഷിങ്ങിനെ വിഷമിക്കണം എന്ന് പറയും. കാരണം അവളെ കാണാൻ വലിയ ലുക്കില്ലെന്ന് പറഞ്ഞ് ഇവന് ഷൗഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതേസമയം ടങ് ടങ് ഇവളെ കാണാൻ അവിടേക്ക് വരുമ്പം ഇവൻ അവളെ തന്നെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും നേരെ ഷൗഷിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ ഡ്രസ്സിന്റെ ടാഗ് മറന്നു വെച്ച് ക്ലാസ്സിൽ തന്നെ വിട്ടിട്ടോ എന്ന് പറയും. അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇത് റിട്ടേൺ കൊടുത്ത പൈസ കിട്ടത്തുള്ളന്ന് അവളാക്കിയിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതേ സമയം ഇവർ രണ്ടും കൂടെ കൂട്ടുകാരനെ നോക്കുമ്പോൾ അവൻ അവളെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. അതോടെ ഷൗഷിങ്ങും നീ ആണോടെ ലുക്കില്ലെന്ന് ഇവളെ കളിയാക്കിയെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് അവന് തെറ്റ് എന്റേതല്ല എന്റെ കണ്ണിന്റെയാന്ന് പറഞ്ഞ് അവൻ നേരെ വിഷയം മാറ്റും. അപ്പോഴാണ് കൂട്ടുകാരിയും മറ്റുള്ളവരുടെ ബെസ്റ്റ് നോക്കാതെ നിന്റെ ബെസ്റ്റ് ഏതാന്ന് തെളിയിക്കുന്ന പറഞ്ഞ് ഷൗഷിങ്ങിന് കോൺഫിഡൻസ് കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഷൗഷിങ്ങും അവളുടെ ബെസ്റ്റ്
സ്പോർട്സ് ആയതുകൊണ്ട് മത്സരത്തിൽ വെച്ച് ആ ടങ് നാണം കെടുത്തും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് എനിക്ക് വരുമ്പം ഇവളോട് ചെന്ന് എനിക്കായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ഷൗഷുങ്ങും ദേഷ്യത്തി അടുത്ത റൗണ്ടിൽ നിന്നെ നാണം കെടുത്താന്ന് പറഞ്ഞ് അവള് പന്തെടുത്ത് അടിക്കുമ്പോഴാണ് ആ നേരെ ചെന്ന് എനിക്കയുടെ തലയിലടിച്ച് അവൻ ബോധം കെട്ടി വീഴും. അങ്ങനെ അതിനുശേഷം അവന് ക്ലീനിക് ചെന്നിരിക്കുമ്പോഴാണ് ഇവള് എനിക്ക് കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റേ കൊണ്ടുവരും. പക്ഷെ അവളാണ് നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിൽ എനിക്ക് എന്തിനാ അടിച്ചിടുന്നതെന്ന് പറഞ്ഞ് അവനെ കാണാൻ സമ്മതിക്കാതെ ഇവളും തടഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും നിനക്ക് ഇവിടെ തടയാൻ പറ്റിയെങ്കിൽ അത് ബാത്റൂമിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ വരാൻ വേണ്ടി ആണുങ്ങളുടെ ബാത്റൂമിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം എനിക്ക് അവിടേക്ക് വന്ന ഉടനെ ഇവളും ബിസ്ക്കറ്റ് തരാൻ വേണ്ടി ഇവിടേക്ക് വന്നേന്ന് പറയും. അതേസമയം അവിടേക്ക് വേറെ പയ്യന്മാർ വരുമ്പം അവനും പെട്ടെന്ന് അവിടുത്തെ ബാത്റൂമിലേക്ക് ഇവളെ പെട്ടെന്ന് കയറാൻ പറയും. പക്ഷെ അവിടെ വെച്ച് അവനെ കഴിക്കാൻ പറയുമ്പോഴാണ് ബാത്റൂമിൽ വെച്ച് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ അവളോട് ചോദിക്കും. അങ്ങനെ ഇവരുണ്ട് സംസാരിക്കുമ്പം ആ ബിസ്ക്കറ്റും തറയിലേക്ക് അങ്ങ് വീഴും. അപ്പോഴാണ് അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് അവന്റെ കൂട്ടുകാരനും ബാത്റൂമിൽ വെച്ചാണോ അവിടെ ബിസ്ക്കറ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം പുറത്തേക്ക് വന്നൊരു ഷൗഷുങ്ങും ഇവൻ ആ കുക്കീസ് കൊടുത്തേക്കുമ്പോഴാണ് ഇത് കണ്ട് ടങ് ദേഷ്യത്തി കുക്കീസ് കൊടുത്ത് എനിക്ക് കൊല്ലാൻ നോക്കുന്ന ദേഷ്യപ്പെടും. കാരണം അവനിത് അലർജി ആയിട്ടുള്ള ഫുഡാ. അതുകൊണ്ട് ഷൗഷുങ് സോറി കഴിച്ചിട്ട് ആ കുക്കീസ് വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് എങ്കയും പെട്ടെന്ന് ഇവളോട് ദേഷ്യപ്പെടും. അവനത് അലർജി ആണെങ്കിലും ഷൗഷുങ്ങിനോട് ഈ മാതിരി ഒന്നും സംസാരിക്കില്ലെന്ന്. അതുകൊണ്ട് അവനിങ്ങനെ വാൺ ചെയ്തോണ്ട് അവൾക്കത് വിഷമാവും. അത് വിഷമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു അസൂയെന്ന് പറയാം. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഷൗഷുങ്ങും അവളുടെ കൂട്ടുകാരിയും കൂടെ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പാർട്ടിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അതിന് ഓരോരുത്തരും പേരായിട്ടാണ് വരാൻ. കൂട്ടുകാരി അവൾക്ക് പേരായിട്ട് ജിമ്മിലെ ഷൗഷുങ് വരും പറയും. പക്ഷെ ഇവൾക്ക് എനിക്ക് സെറ്റായും ചോദിക്കുമ്പോഴാണ് അതേസമയം തന്നെ എനിക്ക് രാത്രി ഇവളുടെ ഫംഗ്ഷൻ വരാന്ന് അവൻ പ്രോമിസ് ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ഷൗഷുങ് കുറെ സമയത്ത് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അവിടെ ആരോട്ടോ ഫോണിൽ സംസാരിച്ചോണ്ട് അവൻ കുറച്ച് ടെൻഷനായിട്ട് നിൽക്കും. ഇത് കണ്ട് അവൾ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് അവനാണ് ഇപ്പൊ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും പാർട്ടിയല്ല അതൊന്നും സീനില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞയച്ചാലും ഇവൾക്ക് നല്ലോണം വിഷമാവും. എനിക്കില്ലാത്ത പാർട്ടി മൊത്തത്തിൽ ബോറാണ്. അതേസമയം ഈ പാർട്ടിക്ക് പേരല്ലാതെ വരുന്നവരൊക്കെ പെട്ടുപോകുന്ന പറയാം. കാരണം അവരായിരിക്കും ഇവര് കുടിക്കുന്നതും കഴിക്കുന്നതിന്റെ ഒക്കെ ബില്ലൊക്കെ പേ ചെയ്യണ്ടേ. അങ്ങനെ ഷൗഷുങ് എൻകെയുടെ കൂടെ അല്ലെന്നറിഞ്ഞ ഉടനെ എല്ലാരും കൂടെ പേരില്ലാത്ത നീ വേണം ബില്ലടയ്ക്കേണ്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കും. അപ്പോഴാണ് അതേ സ്ഥലത്തേക്ക് യൂഷ അവിടേക്ക് വന്ന് ഷൗഷുവിന്റെ പേർ ഞാനാന്ന് പറയും. ഇത് കേട്ട് അവിടെ ഇരിക്കുന്നല്ല ഷോക്കാകുമ്പോഴാണ് എന്തായാലും നിങ്ങളാരും പേടിക്കണ്ട, ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഷൗഷുവിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ അവൻ അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി കുറച്ചുപേരിങ്ങനെ നടന്നു വരുമ്പോഴാണ് ഷൗഷുങ്ങാണ് ആ പാർട്ടി വെച്ച് ഇവരെ സഹായിച്ചതിന് താങ്ക്സ് അറിയും. പക്ഷെ ഇപ്പൊ അവൾക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള മൂടേ ഉള്ളു. അതുകൊണ്ട് താൽമിയോടെ പോയി തരാമെന്ന് പറഞ്ഞ് യൂഷ അവിടെ നിന്ന് പറഞ്ഞേക്കും. അതേസമയം ഇവിടെ എനിക്കാണ് ടങ്ങിന്റെ കൂടെ പിയാനോ വായിക്കാൻ വേണ്ടി പോയതാ. കാരണം ഇവൻ കൊച്ചിലെ പ്രോമിസ് ചെയ്താണ് ഇവൾക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ പേടിയായതുകൊണ്ട് ഇവൻ കൂടെ സപ്പോർട്ടിനൊക്കെ വരാന്ന്. അതുകൊണ്ടായിരിക്കും ഇവള് വിളിച്ചപ്പോ അവന് പോകേണ്ട അവസ്ഥ വന്ന്. അതിനുശേഷം അവനും ഇതേപോലെ ഇനി മേലെ അവന് വിളിച്ചു വരുത്താതെ സ്വന്തമായിട്ട് പിയാനോ വായിക്കാൻ പഠിക്കണം എന്ന് പറയുമ്പോഴാണ് അവളുടെ കണ്ണി മുടി വീണോടെ ഇവനത് ഊതി കളയാൻ വേണ്ടി നോക്കും. അങ്ങനെ ആ സമയത്തായിരിക്കും ആ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന ഷൗഷുങ് ഇത് കണ്ട് ഷോക്കാണത്. കാരണം അവളുടെ കാഴ്ചപ്പാടി എനിക്ക് അവളെ കിസ് ചെയ്യുന്ന പോലെയാ. അതുകൊണ്ട് അവൾ മൊത്തം തകർന്നു. പക്ഷെ ഇവിടെ എനിക്കാണ് അവൻ പറഞ്ഞ പോലെ ഇനി ഒറ്റയ്ക്ക് പിയാനോ വായിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷൗഷുങ്ങും ഇവർ തമ്മിൽ സെറ്റായെന്നൊക്കെ ആലോചിച്ച് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വീണ്ടും യൂഷ വന്നിട്ട് എന്നെ പറഞ്ഞേച്ച് നീ ഒറ്റയ്ക്ക് ഇന്ന് ഡ്രിങ്ക്സ് അടിക്കുമെന്ന് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇതൊക്കെ ഷൗഷുങ്ങിന്റെ റൂംമേറ്റും നൈസൻ അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവൾക്ക് യൂഷയോട് ക്രഷ് ഉണ്ട്. പക്ഷെ ഷൗഷുങ് അവന്റെ കൂടെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഇവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം ഇവിടെ കൂട്ടുകാരാണ് ഷൗഷുങ്ങിന് വേണ്ടി ഹോസ്റ്റലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷൗഷിന്റെ റൂംമേറ്റും വന്നിട്ട് അവൾ യൂഷയുടെ കൂടെ ഒരുമിച്ച് വീട്ടിൽ പോയെന്ന് പറയും. അതുകൊണ്ട് ഇനി ഷൗഷിങ് വേറെ ലോകത്താന്ന് പറഞ്ഞ് അവളെ കുറിച്ച് അനാവശ്യം പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും അവളുടെ കൂട്ടുകാരായിട്ട് നീ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ ദേഷ്യപ്പെടുമ്പം അവള് വേണേ വിശ്വസിച്ചെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൾക്ക് ചെറുതായി ഡൗട്ടായിട്ട് ഈ കാര്യം എനിക്ക് വിളിച്ചു പറയുമ്പോഴാണ് അതേസമയം അവനാണ് ഷൗഷിങ്ങിനെ അന്വേഷിച്ച് വീണ്ടും ആ പാർട്ടിക്ക് വന്നേക്കുക. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും പോയി കാണും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഷൗഷിങ് യൂഷിയായിട്ട് പോയ കാര്യമൊക്കെ പറഞ്ഞ ഉടനെ അവനും പെട്ടെന്ന് അവന്റെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. ഇതേസമയം ഷൗഷിങ് അവൾക്ക് നല്ല വിയർപ്പെന്നൊക്കെ ബോധമില്ലാതെ പറഞ്ഞോണ്ടിരിക്കുമ്പം ഇതേപോലെ വേറെ ആരോടൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന എനിക്ക് ഇതുകൊണ്ട് തെറ്റിരിച്ച് യൂഷിയായിട്ട് അടിച്ചു പൊട്ടിക്കും. അങ്ങനെ അവനും ഷൗഷിങ്ങിനായിട്ട് ഇനി മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നൊന്ന് ഇവനോട് ചൂടാകുമ്പോഴാണ് യൂഷി അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ലെന്ന് ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ എനിക്കാണ് ഇവന്റെ ക്യാരക്ടറിനെ കുറിച്ച് നല്ലോണം അറിയാവുന്നുണ്ട്. ഇനി മേലെ ഷൗഷിങ്ങിനെ ശല്യപ്പെടുത്തില്ലെന്ന് അവനെ വാൺ ചെയ്തങ്ങ് വിടും.
അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയിനെ ഇൻട്രോ ചെയ്യാം. മിസ് ടങ് ടങ്. മേക്കപ്പ് ഒക്കെ ഇട്ട് മതി. നിങ്ങൾ ക്യാമറയിലോട്ടൊന്ന് നോക്കാവോ? ഓക്കെ, ഫുൾ സ്ക്രീൻ ആണോ അല്ലെ ക്ലോസപ്പ് ആണോ? ഫുൾ സ്ക്രീൻ എടുക്കണം കേട്ടോ. ഞാൻ ഇന്ന് പുതിയ ഹീൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് അസൂയപ്പെടണം. ഓക്കെ മാം, ഫുൾ സ്ക്രീൻ തന്നെ. നിങ്ങൾ പുതിയതായിട്ട് ഇടക്കേറിയെന്ന് ഷൗഷുങ്ങിന്റെ എൻകെയുടെ പ്രണയ കഥയിൽ എന്തിനാ വെറുതെ ദുഷ്ടത്തിയായിട്ട് മാറുന്നത്? നിങ്ങൾക്ക് തന്നെ സഹിക്കുന്നുണ്ടോ? ദുഷ്ടത്തിയോ? എടോ, നിങ്ങൾക്ക് എന്ത് വിചാരിച്ചിരിക്കുന്ന എന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ വ്യക്തമാക്കി തരാം. എനിക്ക് തന്ന സ്ക്രിപ്റ്റില് ഞാൻ ഈ കഥയിൽ ഹീറോയിനാ, അതായത് എൻകെയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, കുട്ടിക്കാലത്തെ ഫ്രണ്ട് വീണ്ടും അവനെ കണ്ടുമുട്ടുമ്പം എന്റെ പ്രണയം ഞാൻ പ്രകടിപ്പിക്കുന്നു. കുറെ ഡ്രാമാസിൽ നിങ്ങൾ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് അല്ലേ ലവേഴ്സ് ആവുന്നത്? ആ റോളിലാണ് ഞാനും പങ്കെടുത്തേക്കുന്നത്. അപ്പോ ഞാനല്ലേ ഇവിടുത്തെ ഹീറോയിൻ.